അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് റോസ്റ്റാണ്. ഇവിടെ അതിന് റൊട്ടി വാട്ടിയെന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം 2 മുട്ട പൊട്ടിച്ചിട്ടു. അതിലേക്ക് 2 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നന്നായി വീണ്ടും ബീറ്റ് ചെയ്തു. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാലൊഴിക്കുന്നതിന് മുന്നെയാണ് ഞാൻ ഉപ്പ് ചേർത്തത്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തു. അതിന് ശേഷം ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് മിക്സ് ചെയ്യുന്ന നേരം കൊണ്ട് സിസ്റ്റർ പാന് അടുപ്പത്ത് വെച്ചു. ഞാൻ ബ്രെഡ് 2 പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ബ്രെഡ് കട്ട് ചെയ്യാവുന്നതാണ്. ബ്രെഡ് കട്ട് ചെയ്യാതെയും നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാം. ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണയും ആർക്കേച്ചും കുറച്ച് ആക്കിയതിന് ശേഷം ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഞാൻ കട്ട് ചെയ്ത ബ്രെഡ് മുഴുവനും വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ചെറിയ അസ്വസ്ഥതയുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അതുകൊണ്ട് വേഗം നാസ്തയും റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ നാസ്ത ചിക്കൻ കറിയും നെയ്പത്തിലുമാണ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയത് ഉമ്മയാണ്. ഉണ്ടാക്കി വെച്ച ബ്രെഡ് വാട്ടിയത് കുട്ടികൾക്ക് സ്നാക്സിന് കൊടുത്തു. പിന്നെ ലഞ്ചിന് കൊടുത്തയച്ചത് ഇറച്ചിക്കറിയും നെയ്പത്തിലുമാണ്. ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവരെ സ്കൂളിൽ അയച്ചു. സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഡോക്ടറെ അടുത്ത് പോകണമായിരുന്നു ഞങ്ങൾക്ക്. ചെറിയൊരു പനിയും ജലദോഷവുമുണ്ട്. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായി വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അവരെ ഒക്കെ റെഡിയാക്കി അവരെ സ്കൂളിൽ അയച്ചു. ഞങ്ങൾ പോകാൻ റെഡിയായി. അവർ പോയപാടും തന്നെ നമ്മൾ ബേക്കിൽ തന്നെ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ എത്തി നോക്കുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. എൻ്റെ ടോക്കൺ 30 ഞാൻ പോകുമ്പോൾ അവിടെ 20 പോയിട്ടുള്ളൂ. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ ടോക്കൺ വിളിച്ചു. ഞാൻ അകത്ത് കയറി. നല്ല കഫക്കെട്ടുള്ളതുകൊണ്ട് ആവി പിടിക്കാൻ പറഞ്ഞു ഡോക്ടർ. അതിനുശേഷം പുറത്ത് വെയിറ്റ് ചെയ്തു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ആവിയൊക്കെ പിടിച്ചത്. പിന്നെ മെഡിസിൻ വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എല്ലായിടെയുള്ള വൈറൽ പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബായ്.